ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസ ഫലം, സമ്പൂർണ്ണ ഫലമാണ്. അത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സൗഭാഗ്യങ്ങളുള്ള ഒരു മാസമാണ്. അതായത് 9ാം ഭാവാധിപത്യൻ, അത് ഭാഗ്യഭാവങ്ങളിൽ ഏറ്റവും വലിയ ഭാവമാണ്. ആ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം ആ കർക്കിടകം രാശിയിൽ ഉച്ചം ചെയ്ത് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ധനാഗമന യോഗവും തൊഴിൽ വിജയങ്ങളും എല്ലാം വന്നു ചെയ്യും. ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ച് പ്രത്യേകം വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഏതെങ്കിലും രോഗാവസ്ഥകളോ കഷ്ടതകളോ ഒക്കെ ഉള്ളവർ അതൊക്കെ പരിഹരിക്കുവാനുള്ള പുതിയ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ശ്രദ്ധിക്കണം. ശത്രുക്കൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വാക്കുകൾ കൈവിട്ടു പോകാതെയും ശ്രദ്ധിക്കണം. അധിക സാഹസികമായ കാര്യങ്ങളൊന്നും സൂചകമല്ല. കലാകാരന്മാരായിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നു ചേരുകയും വിജയങ്ങളും പ്രസിദ്ധികളും വന്നു ചേരും. അതായത് കലയുടെ അവാന്തര വിഭാഗങ്ങൾ ഏതുമാകാം. അത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗമോ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലോ മറ്റ് വാർത്താ വിതരണവുമായി ബന്ധപ്പെട്ടോ, അതുമല്ല എങ്കിൽ സീരിയൽ രംഗമോ സിനിമാ രംഗമോ സ്റ്റേജ് പ്രോഗ്രാമോ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ, അത് തൊഴിലുമായി ബന്ധപ്പെട്ടും കലാരംഗവുമായി പഠിച്ചിരിക്കുന്നവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും പ്രസിദ്ധിയും വന്നിച്ച്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും, അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും, വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവരോ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ ഇത് അനുകൂലം. അതായത് കർക്കിടകം രാശിക്ക് തൊഴിൽ സ്ഥാനം ശുദ്ധം. ആ തൊഴിൽ സ്ഥാനാധിപനായിരിക്കുന്ന ചൊവ്വ ഗോചരാൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് 11ാമിടത്താണ്. 11ാമിടത്ത് ആ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഈ കർക്കിടകം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം രാജയോഗം തരുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വാഗ്രഹം. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വിദ്യാവിജയങ്ങളും തൊഴിൽ നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുവാൻ സാധിക്കും. വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്കും അനുകൂലം. വിവാഹ ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ഗ്രഹം ഭാഗ്യസ്ഥാനമായ 9ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ഒരു ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതികളോ യുവാക്കളോ ഒക്കെ ആണെങ്കിലും ഉത്തമമായ രീതിയിൽ പാരമ്പര്യ രീതി അനുസരിച്ച് ഒരു മംഗല്യം വന്നു ചേരുവാൻ യോഗമുണ്ട്. അതിന് വാക്കാകുവാൻ യോഗമുണ്ട്. വിവാഹം നടക്കുവാൻ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും ഈ മാസം യോഗമുണ്ട്. എല്ലാവർക്കും വന്നു ചേരുന്ന സൗഭാഗ്യം തട്ടിത്തെറിപ്പിക്കാതെ അവസരത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിച്ചാൽ നല്ല നേട്ടങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. അതുപോലെ തന്നെ ഓരോ അവസരത്തിലും നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്